ഹായ് ഓൾ. അപ്പം വെൽക്കം ടു സിംപ്ലി ഫിൽമിംഗ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഒരു ഫിലിം റിവ്യൂ ആണ്. ഇന്നലെയാണ് ഞാൻ സിനിമ കണ്ടത്. പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്നലെ ചെറിയ പനി ഇതൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്നാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ഇന്നലെ കണ്ട സിനിമയുടെ പേര് ലവ്ലി എന്നാണ്. സിനിമ എഴുതി സംവിധാനം ചെയ്തേക്കുന്നത് ദിലീഷ് കരുണാകരനാണ്. നമ്മുടെ പഴയ ടമാർ പടാറൊക്കെ ആൾ ഡയറക്റ്റ് ചെയ്ത സിനിമയായിരുന്നു. ആക്ച്വലി ആ സിനിമയുടെ ഒരു ഫാനാണ് ഞാൻ. ആക്ച്വലി ആ സിനിമ നല്ലതായിരുന്നു. കാരണം അതിൽ പൃഥ്വിരാജ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു പൗരൻ IPS എന്നുള്ള ക്യാരക്ടറൊക്കെ ആയിട്ട് വന്ന ഒരു സറ്റയറിക്കൽ സ്വഭാവമുള്ള സിനിമയായിരുന്നു. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു ആക്ച്വലി ഒരു ലവ്ലി ഒരു സിമ്പിൾ സിനിമയാണ്. ഇതിന് ഈ ഈച്ച എന്നൊക്കെയുള്ളൊരു ഒരു എലമെൻറ്റ് ഇതിലുള്ളതുകൊണ്ട് രാജമൗലിയുടെ സിനിമകളൊക്കെ ആയിട്ട് കമ്പാരിസൺ ആ ഒരു ലെവലിലൊക്കെ ആൾക്കാർ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ആലോചിക്കാൻ മാത്രമൊന്നുമില്ല. ഇത് ആക്ച്വലി ഒരു സിമ്പിൾ സിനിമയാണ്. ഒരു ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു മനുഷ്യനും ഒരു ഈച്ചയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസ് ആണ് ബേസിക്കലി. അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ബേസിക്കലി സിനിമ പറയുന്നത്. ഭയങ്കര ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചേക്കുന്നത് നമ്മുടെ മാത്യൂസ് ഉണ്ട്. മാത്യൂസിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഒരു ഇമാജിനറി ഒബ്ജക്റ്റിനെ മുന്നിൽ കണ്ടാണ് ആൾ അഭിനയിക്കുന്നത്. അപ്പം ആളുടെ പെർഫോമൻസ് അത്യാവശ്യം നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ഈച്ചയുണ്ട്. ഈച്ചയ്ക്ക് വോയിസ് ഓവർ ചെയ്തേക്കുന്നത് നമ്മുടെ തമിഴ് സിംഗറായിട്ടുള്ള ശിവാംഗി കൃഷ്ണകുമാറാണ്. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇത് ആക്ച്വലി ഈച്ചയ്ക്ക് ഇതിന് മുന്നേ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാരായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ടീസറിൽ കേട്ടപ്പോൾ അത് ഭയങ്കര ഒരു വിയേർഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ ശിവാംഗിയുടെ വോയിസ് വരുമ്പോൾ സമയത്ത് അറ്റ് എ ടൈം ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വോയിസ് വരുന്നുണ്ട്. അത് ആക്ച്വലി സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. പിന്നെ അറ്റ് ദ സെയിം ടൈം ചില സമയത്ത് അത് കുറച്ച് ക്രിഞ്ച് ആവുന്നുണ്ട്. ചില സീക്വൻസസ് ഉണ്ട്, അറിയാൻ പറയുന്നില്ല, സ്പോയിലറാണ്. പക്ഷേ ചില സീനുകളിൽ അത് കുറച്ച് ക്രിഞ്ച് ആവുകയും ചില സീനിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പടത്തിൻ്റെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് ആഷിഖ് കപൂറിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. ആഷിഖ് കപൂറിൻ്റെ സിനിമാറ്റോഗ്രഫി നമ്മൾ ഇതിന് മുന്നേ റൈഫിൾ ക്ലബ്ബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഇതിലേക്ക് വരുമ്പം ഭയങ്കര അടിപൊളിയായിട്ട് അത് വന്നിട്ടുണ്ട്. കാരണം ചില ഫ്രെയിംസ് ആണെങ്കിലും ചില സീനുകളൊക്കെ ആണെങ്കിൽ പോലും അതേമാതിരി ചില ഒരു മാത്യുവിൻ്റെ ഒരു ഡ്രീം സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് വിഷ്വൽ എഫക്ട്സിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു തിയേറ്ററിൽ അത് കാണാനായിട്ട്. പിന്നെ ഈ സിനിമയുടെ മെയിൻ ആയിട്ടൊരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് മ്യൂസിക്കാണ്. മ്യൂസിക് രണ്ടുപേര് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് ബിജിപാലും അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു വിജയുമാണ്. രണ്ടുപേരും ഡീസൻ്റായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ചില സീനുകളുടെയൊക്കെ ഒരു ബിൽഡപ്പ് ഒക്കെ ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ. പിന്നെ അതേമാതിരി ഇവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ചില സീനുകളിലൊക്കെ മ്യൂസിക് നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത പോസിറ്റീവ്സ് ഇതൊക്കെയാണ്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ചില സീനുകളൊരു ഇമോഷണൽ കണക്ട് മിസ്സാവുന്നുണ്ട് ക്യാരക്ടേഴ്സുമായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ഇതിലൊരു പെയറുണ്ട്. അതായത് ശ്രീകാന്ത് മുരളിയും പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യവർദ്ധരാത്രയിലെ ഹീറോയിനായിട്ടുള്ള ക്യാരക്ടറുമായിട്ടുള്ള ഒരു പ്രേമമല്ല, ബേസിക്കലി ഇതുണ്ട്, അവരുമായിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. പക്ഷെ അതെന്തോ എനിക്ക് അത്ര വർക്കായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില സീനുകളിലും നമുക്കൊരു സംതിങ് ഹാപ്പനിങ് ഓൺ ദ സ്ക്രീൻ, പക്ഷേ നമ്മളത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. നമുക്ക് അത്ര ഒരു കൺവിൻസിംഗ് ആയിട്ട് വന്നിട്ടായിട്ട് തോന്നിയില്ല. അത് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. പോസിറ്റീവായിട്ട് ആക്ച്വലി ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. കാരണം ഇപ്പോൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ വിഷ്വൽ സൈഡ് അത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് സൈഡ് നല്ലതാണ്. അപ്പം തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിന് പോകുന്നതിന് മുന്നേ കുറച്ച് റിവ്യൂസ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അത്ര മെച്ചം ഉണ്ടായിരുന്നില്ല. റിവ്യൂസ് കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രതീക്ഷ വെക്കാതാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോയത്. പക്ഷെ കൊള്ളായിരുന്നു. എനിക്ക് അത്യാവശ്യം ഒരു ഡീസൻറ്റ് തിയേറ്റർ വാച്ച് സമ്മാനിച്ചൊരു സിനിമ തന്നെയായിട്ടാണ് തോന്നിയത്. അപ്പം നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. നമുക്ക് ഹെൽത്തിയർ ആയിട്ടുള്ള ഡിസ്കഷൻസ് കമൻറ്റ് ബോക്സിലുണ്ടാവും. അപ്പം ശരി, അടുത്തൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.